പിന്നെ ഇതുപോലെ തന്നെ പല സ്ത്രീകളും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, ലേഡീസ് ഹോസ്റ്റലിൽ അവർ വസ്ത്രം വിരിച്ചിടുമ്പോൾ, പ്രത്യേകിച്ച് അവരുടെ അടിവസ്ത്രങ്ങൾ വിരിച്ചിടുമ്പോൾ പലതും കാണാതാവാറുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഞാനൊരു ദിവസം ഒരു വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കാനിട വന്നു. അപ്പം ആ വീട്ടിലാകുമ്പോൾ എൻ്റെ പലപ്പോഴും എൻ്റെ അടിവസ്ത്രങ്ങൾ ഇതുപോലെ കാണാനില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഷെൽഫിൽ വൃത്തിയാക്കിയിട്ട് മടക്കി വെക്കുന്ന എൻ്റെ പല അടിവസ്ത്രങ്ങളും, എൻ്റെ ബ്രായാണെങ്കിൽ ഷെഡൊന്നും പലപ്പോഴും കാണാറില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അതിൽ എന്തൊക്കെയോ എനിക്ക് പരിചയമില്ലാത്ത എന്തൊക്കെയോ വൃത്തികേടുകൾ അതിലുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു, ഹെയർ അങ്ങനെയൊക്കെ. അപ്പം ഞാനൊന്നും മെൻ്റലി ഷോക്കായി. ഞാൻ ആദ്യത്തെ സമയം മൈൻഡ് ചെയ്തില്ല, അത് ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്താ വെച്ചാൽ ഞാനാണെങ്കിൽ എപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് മേടിക്കാറ്. അത് അത്രയും വില കൊടുത്ത് ജോക്കിയുടെ മറ്റൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടാവുക, അതും ഞാൻ കളയുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടം ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ പിന്നീട് അത് കണ്ടപ്പോൾ ഞാൻ ആ വീട്ടിലുള്ള ആൻറ്റിയോട് വിവരം പറഞ്ഞു. ആൻറ്റിക്ക് എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ആൻറ്റി നോക്കൂ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൻറ്റിയുടെ ബാംഗ്ലൂരിൽ നിന്നോ ബോംബെയിൽ നിന്നോ ആൻറ്റിയുടെ ഒരു ബന്ധുവായിട്ടുള്ളൊരു പയ്യൻ വന്ന് അവിടെ കുറച്ച് ദിവസം നിന്നിരുന്നു. അപ്പം ആ പയ്യനായിരുന്നു സത്യത്തിൽ പ്രശ്നക്കാരൻ. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. ഇനി മോളൊരു കാര്യം ചെയ്യണം, ഈ ഷെൽഫ് എപ്പോഴും കുറ്റിയിട്ടിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു.